ബൈബിൾ ക്വിസ് പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് യോശുവ 8-ാം അധ്യായം. ആരെ കൂട്ടി ഹായിക്ക് ചെല്ലാനാണ് യഹോവ യോശുവയോട് പറഞ്ഞത്? പടജ്ജനത്തെയൊക്കെയും ഹായിൽ നിന്നും എന്ത് എടുത്തുകൊള്ളാമെന്നാണ് യഹോവ യോശുവയോട് പറഞ്ഞത്? കൊള്ളയും കന്നുകാലികളെയും. യഹോവ പതിയിരിപ്പുകാരെ പട്ടണത്തിൻ്റെ ഏത് ഭാഗത്ത് ആക്കാനാണ് പറഞ്ഞത്? പിൻഭാഗത്ത്. യോശുവ എത്ര പരാക്രമശാലികളെയാണ് തിരഞ്ഞെടുത്തത്? 30,000. യോശുവ പരാക്രമശാലികളെ അയച്ച സമയം ഏതാണ്? രാത്രി. പട്ടണത്തിന് എത്ര ദൂരത്ത് പതിയിരിക്കാനാണ് അവരോട് പറഞ്ഞത്? ഏറെ അകലെയല്ലാതെ. യോശുവയോടുകൂടി പട്ടണത്തോട് അടുക്കൽ പോയത് ആര്? സകല ജലം. പട്ടണം പിടിച്ച ശേഷം എന്ത് ചെയ്യാനാണ് യോശുവ പറഞ്ഞത്? അതിന് തീ വയ്ക്കണം. യോശുവ അയച്ചവർ പതിയിരിപ്പിന് ചെന്ന എവിടെ അമർന്നു? ബേഥേലിനും ഹായിക്കും മധ്യേ, ഹായിക്ക് പടിഞ്ഞാറ്. യോശുവ ആ രാത്രിയിൽ എവിടെ താമസിച്ചു? ജനത്തിൻ്റെ ഇടയിൽ. യോശുവ ജനത്തെ പരിശോധിച്ചത് എപ്പോൾ? അതികാലത്ത്. ജനത്തിന് മുമ്പായി യോശുവയോടൊപ്പം ഹായിക്ക് പോയതാര്? മൂപ്പന്മാർ. ഹായിക്ക് ഏത് വശത്താണ് യോശുവയും പടജനവും പാളയം ഇറങ്ങിയത്? വടക്ക്. യോശുവ എത്ര പേരെയാണ് പടിഞ്ഞാറ് പതിയിരുത്തിയത്? 5000. യോശുവ 5000 പേരെ പതിയിരുത്തിയത് എവിടെ? ബേഥേലിനും ഹായിക്കും മധ്യേ, പട്ടണത്തിന് പടിഞ്ഞാറ്. ഹായി കീഴടക്കാൻ യോശുവ തയ്യാറാക്കിയ നിരയുടെ ക്രമം എപ്രകാരമായിരുന്നു? വടക്ക് പടജ്ജനമായ സൈന്യം, നടുവിൽ യോശുവ, പടിഞ്ഞാറ് പതിയിരിപ്പുകാർ. ഹായി രാജാവ് ആരെ കണ്ടപ്പോഴാണ് ഇസ്രായേലിന് നേരെ പടയ്ക്ക് പുറപ്പെട്ടത്? യോശുവയും എല്ലാ ഇസ്രായേലും ഏത് വഴിയാണ് ഓടിയത്? മരുഭൂമി. യഹോവ യോശുവയോട് ഹായിക്ക് നേരെ എന്ത് ഏന്താനാണ് പറഞ്ഞത്? കുന്തം. യോശുവ കുന്തം നീട്ടിയ ഉടനെ എഴുന്നേറ്റ് പട്ടണത്തിന് തീവച്ചതാര്? പതിയിരിപ്പുകാർ. പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടതാര്? ഹായി പട്ടണക്കാർ. യോശുവയും ഇസ്രായേല്യരും എന്ത് കണ്ടപ്പോഴാണ് മടങ്ങി വന്ന് പട്ടണക്കാരെ വെട്ടിയത്? പട്ടണത്തിലെ പുക